ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ ദേ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങിയായിരുന്നു കേട്ടോ. നമ്മളൊരു അമ്പലത്തിലേക്കാണ് കേട്ടോ പോയത്. ഞാൻ ഈ അമ്പലത്തിൽ ഇതിനു മുമ്പ് പോയിട്ടുണ്ട്, പക്ഷേ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അന്ന് അത്ര വിവരമൊന്നും ഇല്ലാത്ത കാരണം കാര്യമായിട്ടുള്ള ഓർമ്മയൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറേ പുസ്തകത്തിലൊക്കെ വായിച്ച ആ ഒരു അറിവും അതിൻ്റെ പുരാണങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. ദേ ഇതാണ് ഇരിങ്ങോൾക്കാവ്. നമ്മുടെ പെരുമ്പാവൂരിൽ ഉള്ള ഒരു അമ്പലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദേ എത്താറായിട്ടോ നമ്മൾ ആ വഴി കയറി. അപ്പോൾ ആ വഴിയിലേക്ക് കയറിയപ്പോൾ തന്നെ അത്യാവശ്യം പിള്ളേർ സെറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ദേ ഇതാണ് അമ്പലത്തിലേക്കുള്ള ഗേറ്റ്. കയറി ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൊത്തം കാടാണ്. കാടിൻ്റെ ഉള്ളിലൊരു കാവാണ് ഇരിങ്ങോൾക്കാവ് ഭഗവതി ക്ഷേത്രം. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലായിരുന്നു കേട്ടോ അവിടെ പോയി കഴിഞ്ഞപ്പോൾ. ഭയങ്കര തണുപ്പും ഫുൾ പച്ചപ്പും കുഞ്ഞിനും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒത്തിരി സ്ഥലമുണ്ട്, നമുക്ക് കാണാനാണെങ്കിൽ ഒരുപാട് കാടും ആ കാട്ടിലുള്ള ഓരോരോ കുഞ്ഞ് എന്താ പറയുക, ഒരു പുഴുവിനെ കാണാൻ പോലും അവിടെ നല്ലൊരു ഭംഗിയാണ്. എല്ലാ ജീവജാലങ്ങൾക്കും പ്രത്യേക ഒരു ഭംഗിയാണ് അവിടെ നമ്മുടെ അമ്പലക്കുളവും. അപ്പോൾ ദേ അച്ഛനും മോനും അമ്പലക്കുളമൊക്കെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ 3ലോ 4ലോ പഠിച്ചപ്പോൾ ഒരു ടൂറ് പോയപ്പോൾ, അതായത് കുറേ അമ്പലങ്ങളിൽ കയറിയ കൂട്ടത്തിലും ഇവിടെയും കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും ബോധമില്ലാത്ത പ്രായം കാരണം ജസ്റ്റ് അടിച്ചുപൊളി അങ്ങനെ കാട് കണ്ടു അങ്ങനെയുള്ള, അല്ലാണ്ട് അമ്പലത്തിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസോ അതിൻ്റെ പുരാണങ്ങളോ ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് പോകണം എന്നുള്ളൊരാഗ്രഹം. കാരണം കുറേ ബുക്കിൽ വായിച്ചതും കുറേ പേര് പറഞ്ഞ അറിവുകളൊക്കെ കേട്ടപ്പോൾ ഒന്ന് പോകണം, അടുത്ത ദേവിനെ കാണണം എന്നൊക്കെ ഒരാഗ്രഹം. അപ്പോൾ ഏട്ടനോട് പറഞ്ഞപ്പോൾ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്പലത്തിലേക്ക് കയറാൻ പോവാണ് കേട്ടോ ഞങ്ങൾ. ആലുവ മൂന്നാർ റോഡിലാണ്. പെരുമ്പാവൂരിനും കോതമംഗലത്തിനും ഇടയിലാണ് ഈ ഇരിങ്ങോൾക്കാവ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. പെരുമ്പാവൂരിൽ നിന്ന് 4 കിലോമീറ്ററാണ് ദൂരമുള്ളൂ. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ കയറി ഞങ്ങൾ. ഈ ക്ഷേത്രത്തിനെ പറ്റി എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. മണമുള്ള പൂക്കൾ വളരാത്ത കാടിനുള്ളിലെ ക്ഷേത്രം ഇരിങ്ങോൾക്കാവ്. കൃഷ്ണ സോദരിയാണ് ഇവിടുത്തെ ദേവി എന്നാണ് സങ്കല്പം. ദേവകിയുടെ 8ാമത്തെ സന്താനം കംസനെ വധിക്കുമെന്ന് അശരീരിയുണ്ടായതോടെ വസുദേവരെയും ദേവകിയെയും കംസൻ തടവിലാക്കി. അവർക്കുണ്ടായ കുഞ്ഞുങ്ങളെ നിഷ്കരണം വധിച്ചുകൊണ്ടേ. ഒടുവിലൊരു ദിവസം അലറിപ്പെയ്യുന്ന പേമാരിക്കും കൊടുങ്കാറ്റിനുമിടയിൽ രോഹിണി നാളിൽ 8ാമനായി സാക്ഷാൽ ശ്രീകൃഷ്ണൻ ജനിച്ചു. ദേവീതമനുസരിച്ച് വസുദേവൻ അമ്പാടിയിലുള്ള നന്ദഗോപരുടെയും യശോദയുടെയും അടുത്ത് കുഞ്ഞിനെ ഏൽപ്പിച്ചു. അവർക്ക് പിറന്ന പെൺകുഞ്ഞുമായി തിരികെ എത്തി. പിറ്റേ ദിവസം 8ാമത്തെ കുഞ്ഞിനെ വധിക്കാൻ കംസൻ എത്തി. പെൺകുഞ്ഞാണെന്നുള്ളതൊന്നും കംസനെ പിന്തിരിപ്പിച്ചില്ല. കാലിൽ പിടിച്ചുയർത്തി നിലത്തടിച്ചു. കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ കുഞ്ഞ് കംസൻ്റെ കയ്യിൽ നിന്നും തെന്നി മാറി ആകാശത്തേക്ക് ഉയർന്നു. ദേവി ചൈതന്യം ഒരു നക്ഷത്രം പോലെ തിളങ്ങി. ആ വെളിച്ചം വീണ സ്ഥലത്ത് ദേവി വസിക്കാൻ വന്നു. ഈ ക്ഷേത്രത്തിലെ ഭഗവതിക്ക് ഗന്ധം ഇഷ്ടമല്ല. അതുകൊണ്ട് ഗന്ധമുള്ള പുഷ്പമോ പൂജാ വസ്തുക്കളോ ഉപയോഗിക്കാറില്ല. ചെത്തി, തുളസി, താമര എന്നീ പുഷ്പങ്ങളല്ലാതെ മറ്റൊരു പൂവും പൂജയ്ക്കെടുക്കില്ല. എന്തിന് സാമ്പ്രാണിത്തിരി പോലും ഇവിടെ കത്തിക്കാറില്ല. 1 2 കർപ്പൂരം മാത്രം, അതും ദീപാരാധന സമയത്ത് മാത്രം. അഭിഷേകത്തിന് ജലമല്ലാതെ മറ്റൊന്നും പാടില്ല എന്നാണ് ആചാരം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ക്ഷേത്രത്തിലെ ദേവിക്ക് ഗന്ധമൊന്നും ഒട്ടും ഇഷ്ടമല്ലെന്ന്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ മുല്ലപ്പൂ ചൂടി ആരെങ്കിലും വന്നാൽ അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി പൂവ് തലേന്ന് മാറ്റിയിട്ടേ ദർശനത്തിന് കയറ്റുള്ളൂ. ഇവിടെ വിവാഹവും നടത്താറില്ല. കാരണം ദേവീനെ ഇവിടെ ഒരു ബാലികയായിട്ടാണ് സങ്കല്പിക്കുന്നത്. പിന്നെ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത, മിക്ക ക്ഷേത്രങ്ങളിലും ഉപദേവതകളുണ്ടാവും. പക്ഷേ ഈ അമ്പലത്തിൽ ഒറ്റ ഉപദേവതമാരുമില്ല, ഗണപതിയും ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലുള്ള ഗണപതി ഹോമം പോലും ഇവിടെ നടത്താറില്ല, ഗണപതി ഇല്ലാത്തതുകൊണ്ട് തന്നെ. ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള മരങ്ങളാണ് ദേവിയുടെ കാവലാൾ. മരങ്ങൾ മുറിക്കുകയോ മരങ്ങളെ മറ്റു രീതിയിൽ പരിക്കേൽപ്പിക്കുകയോ ചെയ്യാറില്ല. ആയുസ് കഴിഞ്ഞാൽ മരത്തിന് സ്വാഭാവികമായി മരണം സംഭവിക്കും. നിലത്ത് വീണ കൊമ്പോ മരമോ ആരും കൊണ്ടുപോകില്ല. എന്തിന്, ക്ഷേത്രകാര്യങ്ങൾക്ക് പോലും ഉപയോഗിക്കില്ല. ഒടുവിൽ മരം മണ്ണോട് ചേരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ അമ്പലത്തിനെ പറ്റി പറയാനുണ്ട്. അപ്പോൾ ഇതെല്ലാം എൻ്റെ കേട്ടറിവ് മാത്രമാണ്, വായിച്ച ബുക്കുകളിൽ നിന്ന് കിട്ടിയ അറിവുകൾ. അപ്പോൾ ഈ അമ്പലത്തിൽ പോവാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകണം കേട്ടോ. നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയും നല്ലൊരു സുഖമാണ് ഈ അമ്പലം. അപ്പോൾ ഒത്തിരി ആൾക്കാർ ദൂര സ്ഥലത്തു നിന്നൊക്കെ വരാറുണ്ട്. പക്ഷേ നമുക്ക് സത്യം പറഞ്ഞാൽ ഈ കാടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ സത്യമായിട്ടും ചെറിയൊരു പേടി തോന്നും. കാരണം ഒരുപാട് മരങ്ങളും ഒരു ഇരുട്ട് കൂടിയ സ്ഥലമാണ്, പല വഴികളുണ്ട്. അപ്പോൾ നമ്മുടെ ടെൻഷൻ
നമ്മൾ പോണ വഴി മാറിപ്പോകുന്ന നല്ല ടെൻഷൻ ഉണ്ടാവും. കാരണം ഇരുട്ട് കൂടിയ ഒരു കാടാന്ന് പറഞ്ഞല്ലോ. നമ്മൾ പോയി കഴിയുമ്പോൾ കുറേ വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ചാൽ ഈ വഴികളെല്ലാം എത്തിച്ചേരണത് ലാസ്റ്റ് ഈ ഒരൊറ്റ അമ്പലത്തിലേക്കാണ്. ഏത് വഴി തെറ്റിപ്പോയാലും ലാസ്റ്റ് എത്തിച്ചേരണ ഈ ഒരു സ്പോട്ടിലേക്ക് തന്നെയാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പോണ വഴിയിൽ ആരും ഉണ്ടാവില്ല. നമ്മൾ ഏകദേശം ഒരു ഊഹം വെച്ച് പോകും, പക്ഷേ വഴി തെറ്റത്തില്ല. കാരണം ആ ഏത് വഴി ചെന്നാലും എത്തണത് ലാസ്റ്റ് ആ അമ്പലത്തിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ അമ്പലത്തിനുണ്ട് കേട്ടോ. ഒരുപാട് മരങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങൾ. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അമ്പലത്തിൽ പോയി തിരിച്ചിറങ്ങിയപ്പോൾ. അങ്ങനെ ഞങ്ങൾ ഇതേ അമ്പലത്തിലൊക്കെ തൊഴുതു ഇറങ്ങിയപ്പോൾ കുഞ്ഞിനും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അമ്പലം. അവൾക്ക് ഓടിക്കളിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വഴി കൂടെ പോയപ്പോൾ അവിടെ ഒരു പച്ചക്കറി കട കണ്ടു. അങ്ങനെ അവിടെ കയറി. അത്യാവശ്യം വില കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ കയറി. പക്ഷേ ഞാൻ ആദ്യം കണ്ടത് ഈ സാധനമാണ്. ഈ സാധനം കണ്ടിട്ടാണ് ഞാൻ വണ്ടി നിർത്തിയത്. എനിക്ക് മധുരക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ വണ്ടി നിർത്തി. പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു. പിന്നെ നേരെ ഫുഡ് അടിക്കാൻ പോയി. അപ്പോൾ ദേ ഞാനും കുഞ്ഞിനും ഏട്ടനും ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ കുഞ്ഞ് വിശക്കണം വെച്ചപ്പോൾ വിശന്നിട്ട് കണ്ണ് കാണുള്ള അമ്മ എന്നൊക്കെ പറഞ്ഞ് 5 ഡയലോഗൊക്കെ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ ആൾക്ക് പൊറോട്ട മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും കുഞ്ഞിനും ഫുഡ് അടിയിലൊക്കെ സെറ്റാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട സാധനമാണ് പൊറോട്ട. അപ്പോൾ ഞങ്ങൾ ദേ പൊറോട്ടയൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ നമ്മുടെ സ്വന്തം ചിക്കൻ കറി. അപ്പോൾ ദേ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ തട്ടി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ അങ്ങനെ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വേഗം വരാം. ബൈ.